റിയാസിനെ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ വെച്ച് പ്രസംഗിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഡൽഹിയിൽ ചരടുവലികൾ നടത്തിയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമ്മതിച്ചില്ലെന്നാണ് അറിയുന്നത്. ഇതോടെ മുഖ്യമന്ത്രി കലിപ്പിലായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന് ക്ഷണമുണ്ടായിരുന്നില്ല. സ്ഥലം ഏറ്റെടുക്കൽ അടക്കം സംസ്ഥാന സർക്കാർ നിർണായക പങ്കുവഹിച്ച പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിയെ വിളിക്കാത്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് സർക്കാർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ടെങ്കിലും പങ്കെടുത്തില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിപാടിയിൽ പങ്കെടുത്തു. നടപടി ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. NH 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. UDF ഭരണകാലത്ത് ദേശീയപാത അതോറിറ്റി ഓഫീസ് പൂട്ടി. LDF വന്നതിന് ശേഷമാണ് പദ്ധതി ആരംഭിച്ചത്. കേന്ദ്ര ഫണ്ട് തന്നിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിനായി സംസ്ഥാനം 5600 കോടി മുടക്കിയെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് മന്ത്രി MB രാജേഷും പറഞ്ഞു. മിനിയാന്നാണ് അറിയിപ്പ് കിട്ടിയത്. അതായത് 2 ദിവസം മുന്നെയാണ് അറിയിപ്പ് കിട്ടിയത്. പ്രധാനമന്ത്രി പങ്കെടുത്ത തിരുവനന്തപുരത്തെ ചടങ്ങിൽ ക്ഷണം ഉണ്ടായിരുന്നു. അന്ന് ചെന്നപ്പോൾ SPG ആധാർ കാർഡ് ചോദിച്ചു. തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഏറെ സമയത്തിന് ശേഷമാണ് കടത്തിവിട്ടത്. കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുത്ത സമയം കളയാനില്ല എന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. 5,500 കോടി രൂപ ചെലവിട്ടു. ഈ BPCL കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രോപ്പിലീൻ പ്ലാന്റിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ദേശീയപാത 66 തലപ്പാട്ടി ചെങ്ങള ഭാഗത്തെ 6 വരിപ്പാതയും കോഴിക്കോട് ബൈപ്പാസിന്റെ വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയും ഉദ്ഘാടനം ചെയ്തു. 2,650 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച തലപ്പാടി ചെങ്ങള റീച്ചിലെ 6 വരിപ്പാത മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ്. വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാത ചെലവ് ഏകദേശം 2,240 കോടി രൂപയാണ്. ഇനിയാണ് യഥാർത്ഥ കഥ. കേന്ദ്ര സർക്കാർ റോഡിന് നൽകുന്ന വിവിധ പദ്ധതികൾ ചുറ്റിപ്പറ്റിയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ജീവിതം. കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ വികസന പദ്ധതികളും തന്റേതാക്കി മാറ്റാനുള്ള കരവിരുദ്ധ അദ്ദേഹത്തിനുണ്ട്. ദേശീയപാതയ്ക്ക് മുന്നിൽ നിന്ന് റീൽസ് ചെയ്യുന്നത് പോലെ മന്ത്രിക്ക് സന്തോഷകരമായ മറ്റൊരു കാര്യമില്ല. പറ്റുമെങ്കിൽ കേന്ദ്ര പദ്ധതികൾക്ക് മുന്നിൽ തന്റെ ഫ്ലക്സുകളും മന്ത്രി സ്ഥാപിക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ കഴക്കൂട്ടം ബൈപ്പാസ് നിർമ്മാണം കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കർ നേരിട്ട് സന്ദർശിച്ചിരുന്നു. ഇതിൽ മുഖ്യമന്ത്രി അന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു. പല കേന്ദ്ര പദ്ധതികളും വഴിമാറ്റി ചെലവഴിക്കുന്നത് കേന്ദ്രമന്ത്രി കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് പിണറായി വിജയൻ സഹിഷ്ണുത പ്രകടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള അവകാശം കേന്ദ്രമന്ത്രിമാർക്കുണ്ട്. അങ്ങനെയാണ് കേന്ദ്രമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രി കേന്ദ്ര സർക്കാരിന്റെ പല റോഡ് പദ്ധതികളും സ്വന്തം പദ്ധതികളാക്കി മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJP കേന്ദ്ര ഗതാഗത പദ്ധതികളുടെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ ഉള്ളതുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഭരണത്തിൽ കേടുപാടുകൾ ഇല്ലാതെ മുന്നോട്ട് പോയത്. എന്നിട്ടും അദ്ദേഹം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വെറുതെ വിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിനുള്ള സ്വാധീനത്തിന്റെ പാമ്പൻ പാലമാണ് BJPയുടെ ദേശീയ നേതാവും ദേശീയപാത മന്ത്രിയുമായ നിതിൻ ഗഡ്കരി. ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം വിശ്വസിതമാണ്. നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിഫ് ഹൗസിൽ എത്താറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇതാണ് സംഗതിയുടെ കിടപ്പുവശം എന്നിരിക്കെ തികച്ചും അപ്രതീക്ഷിതമാണ് എന്ന് മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്ത് എത്തിയത്. സംസ്ഥാനത്തെ ദേശീയപാതകളിലെ കുഴികൾ അടയ്ക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് സാധിക്കില്ലെന്നാണ് അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ദേശീയപാതകളുടെ പരിപാലനവും നവീകരണവും ദേശീയപാത അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് മന്ത്രി പറയുന്നു. അതിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടാൽ ഭരണഘടനാ ലംഘനമായി മാറും. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്നുമാണ് റിയാസ് ആവശ്യപ്പെട്ടത്. കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരനെയാണ് റിയാസ് പ്രതിക്കൂട്ടിലാക്കിയത്. മന്ത്രി മുരളീധരന്റെ പേര് പറയാതെയായിരുന്നു റിയാസിന്റെ വിമർശനം. റോഡ് നനയ്ക്കാതിരുന്നാൽ ടോൾ കൊടുക്കരുത് എന്ന തരത്തിൽ ഒരു പ്രചരണത്തിന് CPM ആലോചിച്ചിരുന്നു. നിതിൻ ഗഡ്കരിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മന്ത്രിയായിരുന്നെങ്കിൽ CPM കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമായിരുന്നു. മന്ത്രി റിയാസ് ടോൾ കൊടുക്കരുത് എന്ന ആഹ്വാനം നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിണറായിയുടെ ഇടപെടൽ വഴി പൊതുമരാമത്ത് മന്ത്രി പിന്മാറി. എന്നാൽ ഗഡ്കരിക്കെതിരെ പ്രതികരിക്കാൻ മന്ത്രി റിയാസ് തയ്യാറായില്ല. ദേശീയപാതയിൽ കുഴികൾ നിറഞ്ഞെങ്കിലും കേരള സർക്കാർ ഇതുവരെ ഇടപെട്ടിരുന്നില്ല. കേരളം അങ്ങോളം ഇങ്ങോളം കുഴികൾ നിറഞ്ഞിട്ടും ഒരു കത്തെഴുതാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല.
തയ്യാറായില്ല. അടുത്ത കാലത്ത് മന്ത്രി നിതിൻ ഗഡ്കരിയെ പിണറായി പ്രിയപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു. ഗഡ്കരി ഒഴിച്ചുള്ള മന്ത്രിമാരൊന്നും കേരളത്തോട് സഹകരിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെത്താൻ കാരണം ഗഡ്കരിയുടെ ഇടപെടൽ വഴിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1702 കിലോമീറ്ററാണ് കേരളത്തിലെ ദേശീയപാതയുടെ നീളം. 2014 മുതൽ 2020 വരെ 580 കിലോമീറ്റർ ദേശീയപാതയാണ് കേരളത്തിൽ നിർമ്മിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ഭാരതമാല പരിയോജനയുടെ ഭാഗമായി സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ഗഡ്കരി പിണറായിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതാണ് സാഹചര്യമെന്നിരിക്കെയാണ് ഗഡ്കരിയും മരുമകനും തമ്മിൽ ഉടക്കിയത്. അന്നൊന്നും കേന്ദ്രം അനങ്ങിയിരുന്നില്ല. ഇപ്പോഴാണ് പണി കിട്ടിയതും. രണ്ടാമത്തെ സംഭവം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ നേരത്തെ വേദിയിലെത്തി സ്ഥാനം പിടിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ റിയാസ വിമർശിച്ചു. രാവിലെ 10 മണിയോടെ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു. ഈ സമയം വേദിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. BJP പ്രവർത്തകർ സദസ്സിലിരുന്ന മുദ്രാവാക്യം വിളിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിലിരുന്ന് കൈ ഉയർത്തി ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ചതും ചർച്ചയായി. സദസ്സിലിരുന്ന പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച് രംഗത്തെത്തി. മന്ത്രിമാർ പലരും സദസ്സിലാണ് ഇരിക്കുന്നത്. എല്ലാവരും വേദിയിൽ ഇരിക്കേണ്ടതില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പോലും സദസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് സർക്കാർ പരിപാടിക്ക് ഇരിക്കുന്നത്. സ്റ്റേജിലിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് അല്പത്തരമല്ലേ എന്നായിരുന്നു റിയാസിന്റെ ചോദ്യം. ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന കുറിപ്പോടെ മുഹമ്മദ് റിയാസ് MP ഗോവിന്ദനും KN ബാലഗോപാലിനും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്കുമൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. നിങ്ങളുടെ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. മുഹമ്മദ് റിയാസ് പോസ്റ്റ് ചെയ്ത സെൽഫിയുടെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചായിരുന്നു രാഹുലിന്റെ മറുപടി. ഇത്തരം പരാമർശങ്ങൾ മന്ത്രിക്ക് ഉചിതമാണോ എന്ന് പരിശോധിക്കാൻ ആരും തുനിഞ്ഞില്ല. പകരം കേട്ടവർ അയ്യേ എന്ന് മാത്രം പറഞ്ഞു. മന്ത്രി തന്റെ നിലവാരം സൂക്ഷിച്ചില്ല എന്ന് ആക്ഷേപമുണ്ടായി. പക്ഷേ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. RSSന്റെ സ്ലീപ്പിംഗ് സെല്ല് മന്ത്രിയുടെ പ്രസ്താവനയുടെ വീഡിയോ അയക്കേണ്ടിടത്ത് അയച്ചു. 2 ദിവസം മുമ്പ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന മന്ത്രിയുടെ ഭാര്യ വിഴിഞ്ഞം തുറമുഖത്തിലെ ആക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖറിന്റെ ഇരിപ്പിടത്തിനെ കുറിച്ച് റിയാസ് വേദന ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ധനമന്ത്രിയായ KN ബാലഗോപാൽ പോലും സദസ്സിൽ ഇരിക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള നേതാവാണ്. സദസ്സിലിരിക്കുന്നവർ ജയ് വിളിച്ചപ്പോഴാണ് അദ്ദേഹം പ്രത്യാഭിവാദ്യം ചെയ്തത്. ഇതിൽ ആർക്കും തെറ്റ് കാണാൻ കഴിയില്ല. കാണികൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കുന്ന പിണറായിയെ പോലെ രാജീവ് പെരുമാറാത്തത് അദ്ദേഹത്തിന്റെ ലാളിത്യം കാരണം. ഇത് മനസ്സിലാക്കേണ്ട വിവേകം റിയാസിന് ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രമാണ് റിയാസിനെ നയിച്ചത്. അതാണ് അദ്ദേഹം വിമർശനാത്മകമായി സംസാരിച്ചത്. ഇത് തന്റെ ഭാര്യയെ എങ്ങനെ ബാധിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം ഓർത്തില്ല. റിയാസിന് അരികിലിരുന്ന ബാലഗോപാൽ പോലും ഒരു അക്ഷരം മിണ്ടിയില്ല.